ലോകപ്രസിദ്ധമായ പിറവം പള്ളിയിലെ വിശുദ്ധരായ അധ്യക്ഷന്മാർക്കും പുരോഹിതന്മാർക്കും എന്റെ വന്ദനം. ന്യൂസ് ചാനലുകളിൽ കണ്ട നയനമനോഹരമായ കാഴ്ചകളിലൂടെയാണ് എനിക്ക് നിങ്ങളെ പരിചയം. ഞാൻ നിങ്ങളുടെ ഇടവകക്കാരനല്ല, പുരോഹിതനല്ല, വിശ്വാസിയല്ല, ക്രിസ്ത്യാനിയുമല്ല. പണ്ട് കർത്താവായ യേശു ക്രിസ്തു തേടി വന്ന ചുങ്കക്കാരുടെയും പാപികളുടെയും വേശ്യകളുടെയും ഒക്കെ പ്രതിനിധിയായ ഒരുവൻ. ഈ വരുന്ന ക്രിസ്തുമസിനും നിങ്ങൾ പാതിരാ കുർബാന നടത്തും. ഉണ്ണീശോയുടെ കളിമൺ പ്രതിമ എടുത്ത് ചുംബിക്കും. അതിനുശേഷം എതിർ സഭാവിഭാഗക്കാരനെ അതേ നാവുകൊണ്ട് തെറിവിളിക്കും. ഏറ്റവും ഒടുവിലായി മനോഹരമായ വിശുദ്ധിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് സന്ദേശവും നൽകും. അതിനു മുൻപ് ഞങ്ങളുടെ ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകാമെന്ന് കരുതി. എന്നെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ക്രിസ്തുമസിന്റെ സന്ദേശമായി നിങ്ങൾ നൽകിയിരിക്കുന്ന സിംബൽ എന്താണ് എന്ന് ഞാൻ ആദ്യം പറയാം. ചിക്കനും ബീഫും കണക്കില്ലാതെ കഴിച്ച് പാക്കറ്റ് കണക്കിന് കൊണ്ടുവരുന്ന ബോട്ടിൽ അടിച്ച് വീലായി കിടക്കുന്ന അച്ചായന്മാരും അതിൽ അവിടെയും ഇവിടെയുമൊക്കെയായി പങ്കുചേരുന്ന വളരെ സോഷ്യബിൾ ആയിട്ടുള്ള അച്ഛന്മാരും ചേരുന്ന ഒരു ചിത്രമാണ് ക്രിസ്തുമസിന്റെ ഒന്നാമത്തെ സിംബൽ. രണ്ടാമത്തേത് പള്ളിഗോപുരത്തിന്റെ മുകളിൽ നിന്ന് എടുത്തു ചാടി ആത്മഹത്യക്കൊരുങ്ങുന്ന വിശ്വാസ വീരന്മാരുടെ ചിത്രം. ക്രിസ്തുവിന് അങ്ങനെ പലതും പറയാം, പക്ഷെ പള്ളി ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന നാണം കെട്ട പുരോഹിതന്മാരും ഒട്ടും പുറകിലല്ല. പാരമ്പര്യ സഭകളിൽ നിന്ന് ഒട്ടും പുറകിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത പാരമ്പര്യേതര സഭകളുമുണ്ട് എന്നത് ഞാൻ മറക്കുന്നില്ല. ദശാംശവും വെള്ളക്കവറിലാക്കിയ കൈമടക്കം കിട്ടാൻ എന്ത് വിവരമില്ലായ്മയും വിളമ്പുന്ന, ഫ്ലൈറ്റിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക് കയറി ശുശ്രൂഷ എന്ന പേരിൽ വിദേശ രാജ്യങ്ങളിൽ പോയി പിച്ചയെടുക്കുന്ന പ്രസംഗ തൊഴിലാളികൾ സൃഷ്ടിച്ച ഇമേജ് മറ്റൊന്ന്. നിങ്ങളുണ്ടാക്കിയ സഭയുടെ, നിങ്ങളുണ്ടാക്കിയ ക്രിസ്തു മതമെന്ന മതത്തിന്റെ സ്ഥാപകൻ എന്ന പേരിൽ നിരന്തരം അവഹേളിക്കുന്ന ക്രിസ്തു ആരെന്ന് നിങ്ങൾക്കറിയുമോ? യേശു ക്രിസ്തു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ കൂട്ടരാണ് നിങ്ങൾ. വിശ്വാസികളുടെ പണം കൊണ്ട് തടിച്ചു കൊഴുക്കുന്ന നിങ്ങൾക്കല്ലാതെ മതം കൊണ്ട് മറ്റാർക്കാണ് പ്രയോജനമുള്ളത്? കാരണം മറുവിഭാഗമായിട്ട് തട്ടിച്ചു നോക്കിയപ്പോൾ ഞങ്ങൾ പുറകിൽ നിൽക്കുന്ന ഒരു കാര്യത്തില്ല, സമ്പത്തിന്റെ കാര്യത്തിൽ. അവരുടെ അത്രയും പണം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഈ കോടതി കേസ് നടത്താനൊക്കെ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം ഇത് സാധാരണ വിശ്വാസിക്ക് പ്രശ്നമല്ല. ഇത് പാത്രിയർക്കീസ് ഭാഗത്തെ വൈദിക സംഘത്തിന്റെ മാത്രം പ്രശ്നമാണ്. അവർക്ക് തൊഴിലില്ലാതെയാവും. ഇത്തവണ ക്രിസ്തുമസ് സന്ദേശം തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, പിറവം പള്ളിയുടെ സ്വർണ്ണഗോപുരത്തിന് താഴെ തിളങ്ങി ശോഭിക്കുന്ന അൾത്താരയിലല്ല ക്രിസ്തു പിറന്നത്. കാലികളുടെ മുരളലുകൾ കേൾക്കുന്ന വൃത്തിഹീനമായ ഒരു തൊഴുത്തിലാണ്. അവനെ ആദ്യം കാണാൻ വന്നത് നിങ്ങളുടെ അതേ രൂപഗുണവും സ്വഭാവവുമുള്ള യഹൂദ പുരോഹിതന്മാരല്ല. ഞാനും എന്റെ സുഹൃത്തുക്കളും പ്രതിനിധാനം ചെയ്യുന്ന പാവപ്പെട്ടവരും പാപികളുമായ ആട്ടിടയന്മാരാണ്. പിറന്നു വീണ ഉണ്ണീശോയെ പൊതിഞ്ഞത് നിങ്ങൾ കൊടുത്ത പട്ടുതുണിയിലല്ല, ഏറ്റവും വില കുറഞ്ഞ ശീലകളിലാണ്. നിങ്ങൾ പിടിച്ച കുടയും നിങ്ങളുടെ വാദ്യഘോഷവും അവൻ അകമ്പടിയായി ഉണ്ടായിരുന്നില്ല. അവന്റെ പിറവിയിൽ തുറന്നത് സ്വർഗവും അവനു വേണ്ടി ഗാനങ്ങൾ ആലപിച്ചത് മാലാഖമാരുമാണ്. കിഴക്കുനിന്ന്, അന്ത്യോക്യയിൽ നിന്നല്ല, കിഴക്കുനിന്ന് വന്ന വിദ്വാൻമാർ ആദ്യം തിരക്കിയത് ആത്മീയ സിദ്ധാന്തങ്ങളുടെ ഉപജ്ഞാതാവിനെയല്ല, ഭാവിയിൽ പിറവം പള്ളിക്കാർ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്ന ഒരു മതസ്ഥാപകനെയുമല്ല. അവർ തിരക്കിയത് ഒരു രാജാവിനെയാണ്. അതെ, ക്രിസ്തുമസ് നിങ്ങളോട് സംസാരിക്കുന്നത് രാഷ്ട്രീയമാണ്. അവൻ വന്നത് ഒരു രാജ്യം സ്ഥാപിക്കാൻ. അവന്റെ ജനന വാർത്ത കേട്ട് ഞെട്ടിയത് നിങ്ങളുടെ എതിർ സഭാവിഭാഗക്കാരനായ യാക്കോബക്കാരനോ ഓർത്തഡോക്സുകാരനോ അല്ല. അന്തഃപുരത്തിന്റെ സുഖാലസ്യത്തിൽ ഒരു രാജ്യത്തിന്റെ ഭരണം മുഴുവൻ കയ്യിലുള്ള ഹെരോദ രാജാവ് എന്ന രാജാവാണ്. ക്രിസ്തു പിറന്നത് ഒരു രാജ്യം സ്ഥാപിക്കാനാണ്. അവിടുന്ന് അതിനെ ദൈവരാജ്യം എന്ന് വിളിച്ചു. അടക്കാൻ കൊണ്ടുവന്ന ശവശരീരം തട്ടിത്തെറിപ്പിച്ച് കൊലവിളി നടത്തിയ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ മരണശേഷം കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനയിൽ കുറേശ്ശെയായി സ്വർഗരാജ്യത്തിലേക്ക് പറക്കാൻ വേണ്ടി ചിറക് കെട്ടിയിരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് നിങ്ങളെ പറത്താനല്ല ക്രിസ്തു വന്നത്. ആ സ്വർഗം ഇവിടെ ഭൂമിയിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അവന്റെ പ്രസംഗം മതപരിവർത്തനത്തിന്റെ 101 വഴികളോ സഭാതർക്കം തീർക്കാനുള്ള 7 പോംവഴികളോ അല്ലായിരുന്നു. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകട്ടെ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അവന്റെ പ്രസംഗം കേട്ട് പക്ഷെ ഹാലിളകിയത് നിങ്ങളുടെ മുൻതലമുറക്കാർക്കായിരുന്നു. നീളൻ കുപ്പായങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന നടുക്കെട്ടുള്ള സുവർണ സരപ്പൊളിയുള്ള മതപുരോഹിതന്മാർ അവനെ ദുരുപദേഷ്ടാവെന്ന് വിളിച്ചു. അവനുവേണ്ടി കൊലക്കത്തി രാഗി മിനക്കി, അവനുവേണ്ടി ആണിയും കുരിശും പറഞ്ഞുറപ്പിച്ചു. പക്ഷെ അവർ നിങ്ങളെക്കാൾ മെച്ചമായിരുന്നു. അവനെ അവർ നേരിട്ടെതിർത്തു. നിങ്ങളെപ്പോലെ അവന്റെ പേര് പറഞ്ഞ് അവന്റെ രാജ്യത്തെ തച്ചുടയ്ക്കാൻ അവർ ശ്രമിച്ചില്ല. അവർ ഒരിക്കലും അവനൊരു പുതിയ മതം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്ന് അവനെ കുറ്റപ്പെടുത്തിയില്ല. കാരണം
ജിഹാദി, ഹിന്ദുത്വ, കുരിശു യുദ്ധങ്ങൾ തീർക്കുന്ന മതങ്ങളെ അവൻ അങ്ങേയറ്റം വെറുത്തിരുന്നു. നവഖാലിയിലും ഗോത്രയിലും കുരിശു യുദ്ധഭൂമികളിലും വീണത് അവന്റെ കണ്ണുനീരായിരുന്നു. നിങ്ങളോ ഒരു പുതിയ മതമുണ്ടാക്കി അവിടുത്തെ അതിന്റെ സ്ഥാപകനുമാക്കി. ക്രിസ്തു പുറത്തിറങ്ങിയാൽ ചാട്ടവാറുകൊണ്ട് നിങ്ങളെ അടിച്ചാദ്യം പുറത്താക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവനെ ക്രൂശീകരിച്ച പ്രതിമകൾ മാത്രമുണ്ടാക്കി ചില്ലുകൂട്ടിൽ തന്നെ സൂക്ഷിച്ചു. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സീസറിന്റെ ഭരണപ്രതിനിധിയായ പീലാത്തോസിന്റെ കൈയും കാലും ബന്ധിക്കപ്പെട്ടവനായി, ചുമത്താൻ കുറ്റങ്ങളൊന്നുമില്ലാത്തവനായി ക്രിസ്തുവിനെ ഏൽപ്പിച്ച അന്നത്തെ പുരോഹിതന്മാരും രാഷ്ട്രീയക്കാരുടെ ചെരുപ്പ് നക്കിയും കാല് പിടിച്ചും തങ്ങൾക്കനുകൂലമായ സ്ഥിതിഗതികൾ സൃഷ്ടിച്ച് ക്രിസ്തുവിന്റെ പേര് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസം? പക്ഷെ നിങ്ങൾക്കറിയുമോ, സീസറും പീലാത്തോസും മതപുരോഹിതന്മാരും ഭയന്നത് ഒരു പുതിയ മതത്തിന്റെ ആവിർഭാവമല്ല. ആയിരക്കണക്കിന് മതങ്ങളുള്ള റോമൻ സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു മതം ഒരു ഭീഷണിയേ അല്ല. അവർ ഭയന്നതൊരു കാഴ്ചയാണ്. നിങ്ങൾ നിരന്തരമായി പറഞ്ഞു പറ്റിച്ച് ചൂഷണം ചെയ്യുന്ന സാധാരണക്കാരുടെ ഒരു സംഘം സാധാരണക്കാരനായ ഒരുവന്റെ പിന്നാലെ പോകുന്ന അസാധാരണമായ ഒരു കാഴ്ച. തച്ചന്റെ മകൻ, അശ്വങ്ങളില്ലാത്ത, സൈനികരില്ലാത്ത, രാജകിങ്കരന്മാരില്ലാത്ത, പ്രഭുക്കന്മാരുടെ കൂട്ടായ്മയില്ലാത്ത ഒരു സാധാരണക്കാരൻ അവന്റെ പിന്നാലെ 10,000-കണക്കിന് ആളുകൾ നടന്നു. രാഷ്ട്രീയ ജാഥകൾക്ക് പണം കൊടുത്ത് ആളെ കൂട്ടുന്നത് പോലെയല്ല. നികുതി പിടിച്ചു പറിക്കുന്ന ഗുണ്ടകളും വേശ്യകളും പട്ടാള തലവന്മാരും മാനസാന്തരം വന്ന പുരോഹിതന്മാരും ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ എല്ലാ പരിച്ഛേദത്തിനും പെട്ട ആയിരക്കണക്കിന് ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വൃദ്ധന്മാരും അടങ്ങുന്ന ഒരു വൻ സംഘം. വീടുകളിൽ പോലും പോകാതെ 2-3 ദിവസങ്ങൾ അവർ അവന്റെ പിന്നാലെ നടന്നു. അവിടുന്ന് മലമുകളിൽ കയറിയപ്പോൾ അവർ താഴെ കാത്തുനിന്നു. അവിടുന്ന് വഞ്ചി കയറി അക്കരയ്ക്ക് പോയപ്പോൾ അവർ കൂട്ടമായി അവിടുത്തെ പിന്തുടർന്നു. നിങ്ങളുടെ പാത്രിയർക്കീസുമാരും മെത്രാപ്പൊലിത്തമാരും സിംഹാസനത്തിൽ വാണരുളുന്നത് പോലെ പോപ്പുലർ ആയിരുന്നില്ല അവർ. പക്ഷെ അവർ ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. ശരീരം മുഴുവൻ അടിച്ച് തകർക്കപ്പെട്ടു നിരായുധനായി കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി നിൽക്കുന്ന സാധാരണക്കാരനായ ക്രിസ്തുവിനോട് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ കഴിവുള്ള ശേഷിയുള്ള പീലാത്തോസ് ചോദിക്കുന്ന ചോദ്യം നീ പിറവം പള്ളിയുടെ അധ്യക്ഷനാണോ എന്നായിരുന്നില്ല. അവിടെ ഏത് സഭാവിഭാഗം ആരാധന നടത്തണമെന്നായിരുന്നില്ല. അവിടുത്തെ ചോദ്യം നീ രാജാവാണോ എന്നായിരുന്നു. കാലിൽ വീണ് ഞാൻ ഒരു മതം സ്ഥാപിക്കാൻ വന്നതാണ്, എന്നെ രക്ഷിക്കണമെന്ന് കേണപേക്ഷിക്കാൻ പോകുന്ന ക്രിസ്തുവിനെ പ്രതീക്ഷിച്ച പീലാത്തോസിന് തെറ്റി. സാക്ഷാൽ പീലാത്തോസ് മുട്ടുകുത്തി നമസ്കരിക്കുന്ന സീസറിനെ സൃഷ്ടിച്ച തമ്പുരാൻ അവന് കൊടുത്ത മറുപടി അതെ, ഞാൻ രാജാവാകുന്നു എന്നായിരുന്നു. ആത്മാഭിമാനത്തിന് മുറിവേറ്റ പീലാത്തോസ് ബന്ധിക്കപ്പെട്ടവനായ നിരായുധനായ സൈനികരില്ലാത്ത ക്രിസ്തുവിനോട് ചോദിക്കുന്നു, നിനക്ക് മരണശിക്ഷ വിധിക്കാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് നീ അറിയുന്നില്ല. അതിന് ക്രിസ്തുവിന്റെ മറുപടി അധികം തിയോളജി ഒന്നും പഠിക്കാത്ത സാധാരണക്കാരനായ എനിക്ക് മനസ്സിലാകുന്നത്, എന്നെ പോലെയുള്ളവർക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്. പ്രിയപ്പെട്ട പീലാത്തോസെ, എന്റെ ഗവൺമെന്റ് ഇവിടെ നിന്നല്ല, അങ്ങ് മുകളിൽ നിന്നാണ്. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നത് നിന്റെ കത്തി കണ്ടാൽ ഭയപ്പെടുന്ന 4 സൈനികരല്ല, സഹസ്രകോടി ദൂതന്മാരാണ്. അവരിൽ ഒരു ചെറിയ കൂട്ടത്തിന് കൊന്നൊടുക്കാനുള്ള ആളുകൾ നിന്റെ സൈന്യത്തിലെന്നല്ല, ഈ ഭൂമിയിലേ ഇല്ല. പക്ഷേ എന്റെ രാജ്യം ഐക്യമില്ല. അതിവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും രാജാക്കന്മാരുടെയും രീതിയിലുള്ളതല്ല. ഇലക്ഷൻ അടുത്തു വരുന്ന സമയം 4 വോട്ടിനു വേണ്ടി 40 വട്ടം കള്ളം പറയുന്ന പ്രധാനമന്ത്രിമാരുടെയും പരിവാരങ്ങളുടെയും നെറികെട്ട രാഷ്ട്രീയമല്ലത്. ഒരു അഗ്നിജ്വാല പോലെ മനുഷ്യരെ കീഴടക്കുന്ന, ഭരിക്കുന്ന, ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു രാജ്യം. ആസിഫമാരും നിർഭയമാരും സൃഷ്ടിക്കപ്പെടാത്ത രാജ്യം. കറുത്തവനും വെളുത്തവനും മനുഷ്യനാകുന്ന രാഷ്ട്രം. ആദിവാസിയും ബ്രാഹ്മണനും ജാതിചിഹ്നങ്ങൾ മറന്നു പോകുന്ന ഒരു രാഷ്ട്രം. ഒരാളും പട്ടിണി കിടക്കാത്ത രാജ്യം. ഒരു കുട്ടി അഭയത്തിന് വേണ്ടി അലമുറയിട്ട് കരയാത്ത രാജ്യം. ബോധമറ്റുകൊണ്ട് വീടുകളിൽ ഭയാന്തരീക്ഷം സൃഷ്ടിക്കുന്ന അച്ഛന്മാരില്ലാത്ത രാഷ്ട്രം. പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥ ചെന്നായ്ക്കൾ വാഴാത്ത രാജ്യം. ഒരു പെണ്ണിന്റെ ശരീരത്തിൽ അവളുടെ ഇഷ്ടം കൂടാതെ ഒരുത്തരും കൈവയ്ക്കാത്ത രാജ്യം. ക്രിസ്തു വിഭാവനം ചെയ്യുന്ന ദൈവരാജ്യത്തിന്റെ അടിസ്ഥാനങ്ങൾ സത്യവും കരുണയും നീതിയും സ്നേഹവുമാണ്. അടുത്ത സഭാവിഭാഗക്കാരന്റെ തലതല്ലിപ്പൊളിക്കാൻ ഓങ്ങുന്ന ഇരുമ്പ് കഷ്ണമല്ല അതിന്റെ ചിഹ്നം, ത്യാഗത്തിന്റെ കൊടുമുടി പേറുന്ന കുരിശാണ്. ക്രിസ്തുവിന്റെ രാഷ്ട്രം പുലരുന്നത് പഞ്ചായത്തിന്റെ വരാന്തകളിലല്ല, നിയമസഭയുടെ കവാടങ്ങളിലല്ല, പാർലമെന്റിന്റെ അധ്യക്ഷ സ്ഥാനത്തുമല്ല. അവയെല്ലാം സൃഷ്ടിക്കുന്ന മനുഷ്യന്റെ ഹൃദയങ്ങളിലാണ്. വിദ്യാഭ്യാസമില്ലാത്ത 11 പേരിൽ തുടങ്ങിയ ആ രാഷ്ട്ര നിർമ്മാണം 21 നൂറ്റാണ്ടുകൾ പൂർത്തിയാക്കുകയാണ്. ക്രിസ്തുവിന് മരണശിക്ഷ വിധിച്ച റോമൻ സാമ്രാജ്യം മണ്ണടിഞ്ഞു. പീലാത്തോസ് ചരിത്രത്തിലെ വില്ലൻ കഥാപാത്രമാണ്. അന്നും ഇന്നും പ്രപഞ്ചത്തിൽ ഒരു ഹീറോയേ ഉള്ളൂ. അത് പൃഥ്വിരാജിന്റെ ലൂസിഫറിൽ പറയുന്ന ചെകുത്താനല്ല. ആ ചെകുത്താന്റെ ചിറകരിഞ്ഞ് താഴെ വീഴ്ത്തിയ, ക്രൂശിൽ അവന്റെ ശിരസറുത്ത, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ള, ആഴിയെ കൈകളിൽ തൂക്കി നോക്കുന്ന,
ഭൂമിയെ തന്റെ പാദപീഠമാക്കുന്ന രാജാതി രാജാവായ ക്രിസ്തു, ദ കിങ് ഓഫ് ഓൾ കിങ്സ്. ലോകത്തിന്റെ നെറുകയിൽ കാൽച്ചവിട്ടിയ നെപ്പോളിയൻ ബോണപ്പാർട്ട് പറയുന്നു, സീസറും അലക്സാണ്ടറും ചാർലിമേനും ഞാനും ബലം കൊണ്ട് സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കി, ക്രിസ്തു മാത്രം സ്നേഹം കൊണ്ടൊരു സാമ്രാജ്യം ഉണ്ടാക്കി. ഞങ്ങളുടെ സാമ്രാജ്യങ്ങൾ ഉടഞ്ഞു തകരുമ്പോൾ ഈ നിമിഷത്തിൽ അവനു വേണ്ടി മരിക്കാൻ ദശലക്ഷക്കണക്കിന് ആളുകൾ തയ്യാറായി നിൽക്കുന്നു. From the first day to the last, he is the same, majestic and simple, infinitely firm and infinitely gentle. He proposes to our faith a series of mysteries and commands with authority that we should believe them, giving no other reason than those tremendous words, I am God. ബഹുമാനപ്പെട്ട വിശുദ്ധരായ പിറവം പള്ളിയുടെ സഭാധ്യക്ഷന്മാരെ, തോമാസ് ലീഹയുടെ പലസ്തീൻ അല്ല നിങ്ങളുടെ നാട്, സിംഹാസനം വാണരുളുന്ന അന്ത്യോക്യമല്ല, ഈ നാടാണ്. പെറ്റമ്മയ്ക്ക് തുല്യം കാണേണ്ട നിങ്ങൾ പിറന്ന മണ്ണ്. ഇവിടെ 55 ലക്ഷം ബാലവേശ്യകളുണ്ട്. 2 കോടിയോളം കുട്ടികൾ തെരുവിലറിയുന്നുണ്ട്. 1 കോടിയിലധികം കുട്ടികൾ നിർബന്ധിതമായി ബാലവേല ചെയ്യുന്നുണ്ട്. ഓരോ മിനിറ്റിലും പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട്. നാണമില്ലേ നിങ്ങൾക്ക് ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ? ഇരുട്ട് ബാധിച്ച, ജീവിതം നഷ്ടപ്പെട്ടു പോയ, തകർന്നു പോയ, തളർന്നു പോയ ഇക്കൂട്ടരിൽ ഒരാൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കൂ. അതാണ് നിങ്ങളുടെ ക്രിസ്തുമസ് സന്ദേശം. അതാണ് ദൈവരാജ്യത്തിന്റെ സന്ദേശവും.